भारत माता की बोलो, भारत माता की रामचंद्रन अमर है, रामचंद्रन अमर है, रामचंद्रन। Police! Fire! Down! Reload! നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന് കണ്ണീരോടെ വിട ചൊല്ലി നാട്. ഗവർണറും ജനപ്രതിനിധികളും നാട്ടുകാരും രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മകൾ ആരതി, മകൻ അരവിന്ദ്, ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രന്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവം ആദരമർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണുകളെപ്പോലും ഈർന്നണിയിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും നവമി ദിനേശും ചേരുന്നുണ്ട്. ഡാനി, ഏറെ വൈകാരികമായ കാഴ്ചകളാണ്. നവമിയാണ് ചേരുന്നത്. നവമി, ഏറെ വൈകാരികമായ കാഴ്ചകളാണ് ഇന്ന് കൊച്ചിയിലെ രാമചന്ദ്രൻ്റെ വീട്ടിലും പിന്നീട് പൊതുശ്മശാനത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീട്ടുകാരൊക്കെ ഏറെ വൈകാരികമായി രാമചന്ദ്രന് വിട പറയുന്ന കാഴ്ചകൾ. ഗവർണർ, മറ്റ് ജനപ്രതിനിധികളൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നല്ലോ. എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്? ടോം, രാവിലെ 7 മണിയോടുകൂടി തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചു. ആ സമയം മുതൽ ഏകദേശം 10 മണിവരെ ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. അത് രാമചന്ദ്രനെ പരിചയമുള്ളവർ മാത്രമായിരുന്നില്ല, അറിയാത്തവർ, ഈ വാർത്ത കേട്ട് മാത്രം എത്തിയവർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭീകരതയ്ക്ക് അതിനിരയാകേണ്ടി വന്ന രാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒരാശ്വാസവാക്ക് നൽകുന്നതിനും അദ്ദേഹത്തിന് നമ്മളെല്ലാവിധ ബഹുമാനവും നൽകണം, അല്ലെങ്കിൽ ആദരവും നൽകി തന്നെ അദ്ദേഹത്തെ യാത്ര അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ആ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ അമ്മയും മകളും അതിന് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ, രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് ഇവിടെ അണിയാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ആ കുട്ടികൾ സ്വന്തം ആ കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു രാമചന്ദ്രന് വെടിയേറ്റ് മരിച്ചത്. ആ കുട്ടികളടക്കം ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയുന്ന കാഴ്ചയായിരുന്നു. വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു നമ്മളിവിടെ കണ്ടത്. 7 മണി മുതൽ ഏകദേശം 10 മണി വരെയായിരുന്നു ആ പൊതുദർശനം നീണ്ടത്. 9:30 പൊതുദർശനം അവസാനിപ്പിക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർക്കത് പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞില്ല. 10 മണി വരെ നീണ്ടു.
അതിനുശേഷം വിലാപയാത്രയായി തന്നെയാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അവിടേക്കെത്തി അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ബി മുരളീധരൻ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി മന്ത്രി പി രാജീവും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അവർ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് നൽകി. അതും നീണ്ടുപോയി. അവിടേക്കും വീട്ടിലേക്കും ആളുകളുടെ ഒഴുക്കായിരുന്നു. കാരണം അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് ചങ്ങമ്പുഴ പാർക്കിൽ സാധിക്കാത്തവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം. ഏകദേശം 1 മണിയോടുകൂടിയാണ് മൃതദേഹം പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചത്. ആദ്യം 12 മണിയായിരുന്നു തീരുമാനിച്ചത്, പക്ഷേ അത് 1 മണിയായി. 1 മണിക്ക് പൊതുശ്മശാനത്തിലേക്ക് എത്തിച്ചു. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടി തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത്. കാരണം അങ്ങനെ നമ്മുടെ രാമചന്ദ്രൻ എന്നൊരു വ്യക്തി, അയാൾ മരിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിൽ ആദരവ് നൽകാൻ കഴിയുമോ, ബഹുമാനം നൽകാൻ കഴിയുമോ, അത് അങ്ങനെ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ചയായിരുന്നു. മകളും ഭാര്യയും മകനും കുഞ്ഞു കുട്ടികളും ഒക്കെയുള്ള അവരുടെ നിലവിളി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാം വൈകാരികമായിട്ടുള്ള ഒരു രംഗം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ എത്തിയവർക്ക് എല്ലാവർക്കും കണ്ണ് നനയാണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഒപ്പം ജനപ്രതിനിധികളടക്കം അവിടെ എത്തി. നമ്മളോടൊപ്പം ഡാനി കൂടി ചേരുന്നുണ്ട്. ഡാനിയോട് ചോദിക്കാൻ, ഡാനി, നമ്മൾ ഈ ചങ്ങമ്പുഴ പാർക്കിലും ആ വീട്ടിലും പൊതുദർശന ഈ ശ്മശാനത്തിലുമൊക്കെ കണ്ടത് ഒരു ജാതിയോ ഒരു മതമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ, രാഷ്ട്രീയമൊന്നും വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിച്ച് എത്തിയ ഒരു കാഴ്ച. നമുക്ക് ഈ ഭീകരതയ്ക്കെതിരെ പോരാടണമെന്ന സന്ദേശം, മുദ്രാവാക്യങ്ങളെല്ലാം ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അവിടെ എത്തിയവരെല്ലാവരും കണ്ടത്. ഏതൊക്കെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെയാണ് ഇവിടെ എത്തിയത്? അതിനപ്പുറം ഒരു പൊതുസമൂഹം, കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് ഇതിനൊപ്പം നിൽക്കുന്നു എന്നതാണ്. എത്രയോ വലിയൊരു സന്ദേശമാണ് അത് നൽകുന്നത്. കാരണം ആരും മാറി നിൽക്കുന്നില്ല. ഈ ഒരു സമയത്ത് കൂടെ നിൽക്കേണ്ടതാണ്. ഒരു കുടുംബം അവർ വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്ക് ഒറ്റപ്പെടുന്ന, നിരാലംബമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അത് വളരെ വൈകാരികതയോടുകൂടിയാണ് ഈ സമയത്തും ഇവിടെ എല്ലാം തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനിടയിലും അവർ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുക, ഇതെല്ലാം ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ്. ഇവിടെ ഗോവ ഗവർണർ, അതോടൊപ്പം തന്നെ കേരള ഗവർണർ, പ്രതിപക്ഷ നേതാവ് മന്ത്രി പി രാജീവ് അടക്കം അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നു. കാരണം ഇവിടെ നിന്നൊരു പ്രധാന വ്യക്തിത്വങ്ങളുടെ കണക്കെടുത്താൽ അത് നീണ്ടു പോകുന്നത് തന്നെയാണ്. മന്ത്രിമാരും MLA-മാരും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളടക്കം എല്ലാവരും തന്നെ ഇവിടേക്ക് വരികയും ചെയ്യുന്നു. കാരണം അത് പൊതുവിൽ നൽകുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. ഇത് ഈ രീതിയിൽ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടങ്ങൾ തന്നെയാണ്. കേരളം എപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഒരുമയോടെ നിന്നുകൊണ്ട് അങ്ങനെ നിന്ന് പോകുന്ന ഒരു പൊതു മാനവികതയുടെ ചിത്രം തന്നെയാണ് എല്ലായ്പ്പോഴും കേരളം നൽകുകയും ചെയ്യുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു കാഴ്ച തന്നെയാണ് ഇവിടേക്ക് കാണാൻ കഴിഞ്ഞത്. നവമി നേരത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് രാവിലെ ഇവിടേക്ക് സാധാരണ ചങ്ങമ്പുഴ പാർക്ക് ഇവിടെ ഒരു പൊതു സാംസ്കാരിക ഭൂമികയാണ്, ഒരിടമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ ഇടപ്പള്ളി സ്വദേശിയാണ്. ഇവിടെ ഈ മരണമടഞ്ഞ രാമേന്ദ്രൻ ചേട്ടനെ നേരിട്ട പരിചയമുള്ളതാണ്. അപ്പോൾ നാളുകളായിട്ട് കുറേ കണ്ട് നമുക്ക് അഭിവാദ്യം നേർന്ന് തിരിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. വളരെ സാധുവായ ഒരു മനുഷ്യൻ. അദ്ദേഹം തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലും പലതവണയായിട്ട് കണ്ടുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പൊതു ഇടം എന്ന രീതിയിൽ ചങ്ങമ്പുഴ പാർക്കിനെ അടയാളപ്പെടുത്തുമ്പോഴും അത് ഇങ്ങനെ ഒരു അന്തിമാഭിവാദ്യം നേരുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ഭൂമിയായിട്ട് ഇതാദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഈ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ഇടയിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിനോടുള്ളൊരു ആദരവും ഈ എങ്ങനെ സംഭവിച്ചു എന്നത് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ അതിൽ എല്ലാവരും തന്നെ ഇത് എടപ്പള്ളി ഈ പ്രദേശത്തുകാരെല്ലാവരും ഇവിടേക്ക് മുഴുവൻ പേരും വരാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ആളുകൾ ഈ ഒരു പൊതു ഇടം എന്ന രീതിയിൽ നിശ്ചയിക്കപ്പെട്ടതും ഇവിടേക്ക് ആളുകൾ വന്നെത്തിയതുമെല്ലാം തന്നെയും. ഇവിടെയും ആ ഒരു നിര നീണ്ടുപോയി. പിന്നീട് ആ വീട്ടിലേക്കും ആളുകൾ, നിരവധിയായ ആളുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും അടക്കമുള്ളവർ അവിടേക്കാണ് എത്തിയത്. അതോടൊപ്പം മറ്റ് പല വിശിഷ്ട വ്യക്തികളും അവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. അവിടെയും കഴിയുന്നില്ല. കാരണം
പിന്നെയും പൊതു ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകളിലായിട്ട് കൊണ്ടുപോകുമ്പോഴും അവിടേക്കും ഇവരെല്ലാവരും തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നവർ ഇന്ന് ചിത കത്തിയിരിയുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കാരണം മന്ത്രി പി രാജീവ്, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനുമാണ് റീത്ത സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്ത് അവരെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. മേയർ എം അനിൽകുമാർ അദ്ദേഹം ഇതിൻ്റെ ഒരു നെടുനായകത്വം ഈ ചടങ്ങുകളുടെ എല്ലാത്തിൻ്റെയും ഈ പൊതു പരിപാടികളുടെയും എല്ലാത്തിൻ്റെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ സജീവമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ആ ഒരു ദിവസം അടയാളപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതുകൂടി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോവുകയും ചെയ്യരുത്. കാരണം ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു മാനവികതയുടെ വലിയ സന്ദേശം തന്നെയാണ് ഇന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഡാനി പറഞ്ഞതുപോലെ ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ പലതവണ രാമചന്ദ്രൻ വന്നതാണ്, സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ചതാണ്, ഇവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരാൾ പോലും ഈ രാമചന്ദ്രൻ വിടവാങ്ങി എന്ന് അറിഞ്ഞ ദിവസം മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളും ഒക്കെ സംസാരിക്കുമ്പോൾ അവരാരും തന്നെ അദ്ദേഹത്തെ ഒരു മോശം വാക്ക് അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം സ്നേഹമാണ് ആ നാട്ടുകാർക്കുള്ളത് അയാളോടെന്ന് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. അത്രയും വൈകാരികമായി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ചുക്കാൻ പിടിക്കുന്നത്, അമ്പലത്തിലെ പരിപാടികളിൽ ഭാരവാഹിയായിട്ടൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തി. ഈ സംഭവം നടക്കുന്നത്, അതായത് രാമചന്ദ്രൻ മരണപ്പെടുന്നതിന് തലേ ദിവസം പോലും ഈ ചങ്ങമ്പുഴ ഇവിടെ വന്നതാണ്, ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ വന്നതാണ്, സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ നിന്ന് ചിലവഴിച്ചതാണ്. പക്ഷേ അവരോടൊപ്പം സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത്, മകൾ വിദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളൊരു വിനോദയാത്രയ്ക്കായി കാശ്മീരിലേക്ക് പോവുകയാണ്, ഭാര്യയുണ്ട്, പേരക്കുട്ടികൾക്കൊപ്പം പോവുകയാണെന്ന് സന്തോഷത്തോടുകൂടി പറഞ്ഞ് പിരിഞ്ഞ ഒരിടം കൂടിയാണ്. പക്ഷേ ആ ഇടത്തേക്ക് അദ്ദേഹം എത്തുന്നത് ചേതനേറ്റ ശരീരത്തോടു കൂടിയാണ്. ഇനി ആ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ പറ്റില്ല, സമയം ചിലവിടാൻ പറ്റില്ല എന്ന് അവരാരും തന്നെ കരുതിയിരുന്നില്ല. അത്രയേറെ ദുഃഖത്തോടുകൂടി, അത്രയേറെ വേദനയോട്, സഹിക്കാൻ കഴിയാത്ത വേദനയോടുകൂടിയാണ് സുഹൃത്തുക്കൾ ഇക്കാര്യം നമ്മളോട് പങ്കുവച്ചത്. ആ വീട്ടിൽ ചെന്നപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ വിദേശയാത്ര, ഈ വിദേശത്തായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത്. പ്രവാസ ജീവിതത്തിന് ശേഷം വിശ്രമത്തിനായി വീട്ടിലേക്കെത്തി, ഇടപ്പള്ളിയിലെ വീട്ടിലേക്കെത്തി. അവിടെയുള്ള പൂന്തോട്ടം അതെത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെ ചെറിയ രീതിയിൽ കൃഷിയുണ്ട്. അങ്ങനെ വീടും കുടുംബവും നാട്ടുകാരും ഒക്കെയായി വലിയ സ്നേഹത്തോടു കൂടിയും സാഹോദര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയതാണ്. അവിടെ വെച്ചാണ് ഭീകരരുടെ തോക്കിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയേണ്ടി വന്നത്. മകൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ടോം, എത്ര ധൈര്യത്തോടു കൂടിയാണ് മകൾ മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞതൊക്കെ. പക്ഷേ ആ ധൈര്യമൊന്നും ഇന്ന് കണ്ടില്ല. കാരണം അത്രയും വൈകാരികമായി കരച്ചിലോടുകൂടിയാണ് ആ മകൾ ഇന്ന് അച്ഛൻ്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞത്. മകനായിക്കോട്ടെ, അവരൊക്കെ വലിയ വേദനയിലാണ്. കാരണം അത്രയും നാൾ കൂടെയുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് നിമിഷങ്ങൾ മുൻപ് വരെ വിശേഷങ്ങൾ പങ്കിടാനായി മകനെ വിളിച്ച അച്ഛൻ ഒരു നിമിഷം ഇപ്പുറം മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം അതെത്രമാത്രം വലുതാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ്. എന്തായാലും ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ കേരളം ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാവരും ആ കുടുംബത്തെ ചേർത്ത് നിർത്തിയതാണ്. അദ്ദേഹം എങ്ങനെയാണോ മരിച്ചത് അതിന് നമ്മുടെ രാജ്യം അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകണമെന്ന് ഒന്നടങ്കം പറഞ്ഞുകൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് ജയ് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇനി നമ്മളെല്ലാവരിലും ജീവിക്കുമെന്ന ഉറച്ച മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ വന്നവരെല്ലാവരും പിരിഞ്ഞു പോയത്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ പ്രതിനിധീകരിച്ചോ ഒന്നുമല്ല. എല്ലാ മതസ്ഥരും ഇവിടെ എത്തി. ഇസ്ലാം വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു, ക്രൈസ്തവ പുരോഹിതരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ എത്തി രാമചന്ദ്രന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയായിരുന്നു. അത് തന്നെയാണ് നവമി ദിനേശും സൂചിപ്പിക്കുന്നത് പോലെ ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം, കേരളം ഒന്നടങ്കം, രാജ്യം ഒന്നടങ്കം രാമചന്ദ്രന് വിട നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. കാരണം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ
രാമചന്ദ്രന് വിട നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 ഭീകരരുടെ വീടുകൾ തകർത്തു. ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദിൽ ഹുസൈൻ തോഗൽ, ആസൂത്രകരിൽ ഒരാളായ ത്രാൽ സ്വദേശി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. അതിനിടെ ജമ്മു കശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു. കുൽനാർ ബാസിപ്പോര ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാ സേന പരിശോധന നടത്തുമ്പോഴായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. കെ പി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ രാജ്യാതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടലിന്റെ സാഹചര്യം എന്താണ്? ഇപ്പോൾ കശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഈ പാക് സ്പോൺസേഡ് ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ എങ്ങനെ തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം, നടപടികൾ എങ്ങനെയാണ് അഭിലാഷ്? ടോം, പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയും യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രവുമല്ല, ഈ തീവ്രവാദ ആക്രമണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇന്ത്യയാണ് ഏറ്റെടുക്കേണ്ടത് എന്നും ഇന്ത്യയാണ് ഇങ്ങനെയൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന മട്ടിലുള്ള പ്രകോപനപരമായ പ്രതികരണങ്ങൾ പാക് പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത എന്നത് ഈ പഹൽഗാം ആക്രമണത്തിന് സൂത്രധാരരായ അല്ലെങ്കിൽ അതിൽ നേരിട്ട് ബന്ധം ഉള്ള 2 തീവ്രവാദികളുടെ വസതികൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ്. അത് സ്വദേശികൾ ആയിട്ടുള്ള, അതായത് ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള ഭീകരവാദികളുടെ വസതികൾ ആണ്. അതിൽ തന്നെ ത്രാൽ സ്വദേശിയായിട്ടുള്ള ആസിഫ് ഷെയ്ഖ്, ബിജ് ബഹേര സ്വദേശിയായിട്ടുള്ള ആദിൽ ഠേക്കർ ഉൾപ്പെടെ ഉള്ളവരുടെ ഈ 2 പേരുടെ വസതികളിൽ ഒന്ന് പൂർണ്ണമായും തല്ലിത്തകർത്തു, മറ്റൊന്ന് അഗ്നിക്ക് ഇരയാക്കി. ഈ അഗ്നിക്കിരയാക്കിയ ഭവനത്തിൽ നിന്ന് ഉഗ്ര സ്ഫോടന ശബ്ദം കൂടി കേട്ടിരുന്നു. അതായത് സ്ഫോടക വസ്തുക്കൾ അടക്കം ഈ വസതിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത്. പ്രാദേശിക ഭരണകൂടത്തിന് ഇത്തരത്തിൽ തീവ്രവാദികളുടെ വീട് നശിപ്പിക്കാൻ കഴിയുന്നു എന്നതിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണേണ്ടത്. കാരണം ഇന്നലകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും സൈന്യത്തിനോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ പോലീസിനോ ഒക്കെ കടന്നു ചെല്ലാൻ പോലും ആകാത്ത ഗ്രാമപ്രദേശങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. തീവ്രവാദികളെ സെർച്ച് ചെയ്യുന്നതിനായി എത്തുമ്പോൾ അവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അടക്കം മുഴക്കുന്ന ഗ്രാമപ്രദേശങ്ങളടക്കം ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം. മറിച്ച് ഇത്തരം തീവ്രവാദികൾ ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന, അവരുടെ വീടുകളടക്കം തകർക്കുന്നതിനെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങൾ ആണ് ജമ്മു കാശ്മീരിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന് ടോം, ഈ ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിന്റെ വലയത്തിൽ തന്നെയാണ്. ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെയാണ് തുടരുന്നത്. ഇന്ന് പ്രധാനമായും ബന്ദിപ്പോരയിൽ ആയിരുന്നു എൻകൗണ്ടർ നടന്നത്. ബന്ദിപ്പോരയിൽ 3 തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഈ പരിശോധന നടക്കുമ്പോൾ തീവ്രവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ജമ്മു പോലീസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന തുടർന്നുകൊണ്ടിരുന്നത്. രാവിലെ പുലർച്ചെ മുതൽ ആരംഭിച്ച തീവ്രമായ ആക്രമണത്തിന് ഒടുവിൽ ആണ് ലഷ്കർ ഇ തോയ്ബ കമാൻഡറെ കീഴ്പ്പെടുത്താൻ സാധിച്ചത്. അൽതാഫ് ലല്ലയെ ആണ് ഇന്ന് ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പിടികൂടിയിട്ടുള്ള ജവാൻ, ആ ജവാനെ തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 182ാമത് BSF ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ PK സിംഗിനെയാണ് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പിടികൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടെ കാർഷിക മേഖലയിലൂടെയാണ് നമ്മുടെ ഈ അതിർവരമ്പുകൾ കടന്നു പോകുന്നത്. അതിനിരുപുറവുമായി പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കർഷകരൊക്കെ കൃഷി ചെയ്യുകയും അവർ പരസ്പരം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നേരത്തെയും ടെലിവിഷനിലൂടെ ആളുകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അവിടെ ഈ അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച്
ഇപ്പോൾ കൂടുതലായി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ കർഷകർക്ക് സുരക്ഷ ഒരുക്കിയ ഉദ്യോഗസ്ഥൻ PK സിംഗ്, അദ്ദേഹം അതിതീവ്രമായ വെയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹം അതിർത്തി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പാക് സൈന്യം പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട BSF പ്രതിനിധി സംഘം ഫിറോസ്പൂരിലെ ജല്ലോക് അതിർത്തിയിലെ ഔട്ട് പോസ്റ്റിൽ ആയിരുന്നു പാകിസ്ഥാൻ സൈന്യവുമായി ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ചയിൽ ഈ സൈനികനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇനിയും ഫ്ലാഗ് മീറ്റ് നടത്തി ഈ ഉദ്യോഗസ്ഥനെ തിരികെ എത്തിക്കും എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സൈനികമായ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുപ്വാര മേഖലയിൽ പല തവണയായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ സൈന്യം നിറയൊഴിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ട്. തുടർച്ചയായ വെടിയുതിർത്തിൽ ആണ് ഉണ്ടായത് എന്നും അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം അത് അങ്ങേയറ്റം പ്രകോപനപരമാണ്. അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഇത് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന മട്ടിൽ ആണ്. അതേസമയം വിചിത്രമായ ഒരു കാര്യം കൂടിയുള്ളത്, ഈ പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ എന്ന രാജ്യവും അവിടുത്തെ സൈന്യവും ഭരണകൂടവും കൃത്യമായും ഈ തീവ്രവാദത്തെ വളർത്തി എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. തീവ്രവാദത്തിന് പാലൂട്ടി വളർത്തിയത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു തീവ്രവാദത്തെ വളർത്തിയത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും ഇപ്പോഴങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുമുള്ളതാണ് ഖ്വാജയുടെ പ്രതികരണം. ഇത് അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു, ഒരു ഡിസ്കഷനിൽ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പാകിസ്ഥാൻ മനഃപൂർവ്വമുള്ള ബോധപൂർവമായ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ടോം, നമ്മൾ കഴിഞ്ഞ ദിവസവും സ്പോട്ട് ലൈവിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. കാർഷിക മേഖല വലിയ തകർച്ചയിലാണ്. സാമ്പത്തിക രംഗം അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ കൂടുതൽ കരുത്താർജിക്കുകയും ട്രെയിൻ അടക്കം തട്ടിയെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെഹരിക്കെ താലിബാന്റെ പ്രവർത്തനങ്ങൾ അടക്കം വളരെ ഊർജിതമായി പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ എന്നത് വിഘടിച്ചു നിൽക്കുന്ന ടെറിട്ടറികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വൈകാരികമായി ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇന്ത്യയിലേക്ക് കടന്നു കയറുക, ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആണ് ഒരുപക്ഷെ ഈ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ പറയുന്നത് ഇന്ത്യ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്നുള്ളതാണ്. യുദ്ധത്തിന് ഞങ്ങൾ ഒരുക്കം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വസ്തുത. അതിൽ എത്ര വലിയ ആൾനാശമോ ആയുധനഷ്ടമോ ഒക്കെ ഉണ്ടായാലും ഒരു ഇന്ത്യ വിരുദ്ധ വികാരത്തെ വളരെ സമഗ്രമായ വിവരങ്ങളാണ് KP അഭിലാഷ് നൽകിയത്. എന്തായാലും യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാന്റെ ഉന്നത തലങ്ങളിൽ നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനിടെ ലഷ്കർ ഇ തോബയുടെ കമാൻഡറെ ഇന്ത്യ വധിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നതായും വളരെ ഒരു സമാധാനപരമായ സാഹചര്യമാണ് രാജ്യത്തുള്ളവർ, പ്രത്യേകിച്ച് കശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിപ്പോഴും ഈ ഒരു പഹൽഗാം ആക്രമണത്തിൻ്റെ, ഭീകരാക്രമണത്തിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിരുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. മാത്രമല്ല അവിടെ ടൂറിസം പച്ചപിടിച്ച് വരുന്ന, അങ്ങനെ വലിയൊരു സാധ്യതകളിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അതിലേക്ക് തിരിച്ചെത്തണം, അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കണം, ഈ ഒരു പ്രതിസന്ധികളെ മറികടക്കണം. അത് കശ്മീർ ജനതയുടെ മാത്രമല്ല ഇന്ത്യയുടെയും ആവശ്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖാകുമാരി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഭർത്താവ് അരുണാണ് പ്രതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. 2020 ശാഖാകുമാരി കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, 52-കാരിയായ ശാഖാകുമാരിയെ 28 വയസ്സുള്ള അരുൺ വിവാഹം കഴിച്ചത് അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് ക്രൂരമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുന്നു. ഈ സംഭവം നടന്ന് 5 വർഷത്തിനിപ്പുറം ശാഖാകുമാരി കൊലക്കേസിൽ വിധി വന്നിരിക്കുകയാണ്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ.
ടോം, തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാൽ സ്വദേശിനിയായ 52 വയസ്സുകാരി ശാഖാകുമാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവും 28 വയസ്സുകാരനുമായ അതിയന്നൂർ സ്വദേശി അരുണിനെതിരെ ജീവപര്യന്തം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീറിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ്. 2020 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് രാത്രിയിൽ ഈ സ്ഥലത്ത്, അതായത് ഇവരുടെ വീട്ടിൽ വെച്ച്, ഈ ശാഖാകുമാരിയുടെ വീട്ടിൽ വെച്ച് നടന്നത്. 2020 ഒക്ടോബർ മാസത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹം. അതായത് 52 വയസ്സ് വരെ വിവാഹം കഴിക്കാതെ ജീവിക്കുകയായിരുന്നു ശാഖാകുമാരി. പക്ഷേ വലിയ സ്വത്തിനുടമയായ ശാഖാകുമാരിക്ക് അത് തന്റെ സ്വത്തുക്കൾ കൊടുക്കാനൊരു പിന്തുടർച്ചക്കാരനെ വേണമെന്ന ആഗ്രഹത്തിലാണ്, ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് ഈ 28 വയസ്സുകാരനുമായി പ്രണയത്തിലാകുകയും പിന്നീട് ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്തത് ഒക്ടോബർ 29-നായിരുന്നു. 2020 ഒക്ടോബർ 29-നായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഈ അരുണിന്റെ ഭാഗത്തു നിന്ന് ഒരു സുഹൃത്ത് മാത്രമാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹം അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നും 50 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും തനിക്ക് പാരിതോഷികമായി നൽകണമെന്നുമൊക്കെയായിരുന്നു ആവശ്യം. വിവാഹത്തിന് മുൻപ് തന്നെ പണവും അതോടൊപ്പം തന്നെ വാഹനങ്ങളുമൊക്കെ ശാഖാകുമാരിയുടെ കൈവശം നിന്ന് കൈപ്പറ്റിയ പണം ഉപയോഗിച്ച് അരുൺ വാങ്ങുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ ഈ വിവാഹത്തിന്റെ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശാഖാകുമാരിയുടെ ബന്ധുക്കൾ പ്രചരിപ്പിച്ചത് അരുണിനെ ചൊടിപ്പിച്ചു. അതിന് പിന്നാലെ ആദ്യം അതിവിദഗ്ധമായി ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് ശാഖാകുമാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തലനാരിലേക്ക് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ കൃത്യമായി പ്രതി ആസൂത്രണം ചെയ്തു. ക്രിസ്മസ് ദിവസം 2020 ഡിസംബർ 25 രാത്രി അവരുടെ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് കൂടി ഉള്ള ആഘോഷങ്ങൾക്കൊക്കെ ശേഷം ബന്ധുക്കൾ മടങ്ങിയതിന് പിന്നാലെ പുലർച്ചെ 1:30-യോടെയാണ് കിടപ്പുമുറിയിൽ വെച്ച് തലയണ ഉപയോഗിച്ചുകൊണ്ട് ബലം പ്രയോഗിച്ച് ശാഖാകുമാരിയെ ശ്വാസം മുട്ടിച്ചത്. അങ്ങനെ ബോധം കെട്ട ശാഖാകുമാരിയെ താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്തേക്ക് എത്തിച്ചു. അവിടെ ഷോക്കേസിനുള്ളിലെ ഒരു സോക്കറ്റിൽ നിന്ന് വയറുകൾ എടുത്ത് ഇവരുടെ കൈത്തണ്ടയിലും മൂക്കിലും ഘടിപ്പിച്ച് വൈദ്യുതാഘാതം ഏൽപ്പിച്ച ക്രൂരമായി ശാഖാകുമാരിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വെള്ളറട പോലീസ് ഇൻസ്പെക്ടർ M ശ്രീകുമാർ നടത്തിയ അന്വേഷണമാണ് ഈ പ്രതിയെ കുടുക്കുന്ന തരത്തിലേക്ക് എത്തിയത്. എന്തായാലും ദാരുണമായ ഒരു കൊലപാതകത്തിലാണ് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ പിഴയിട്ടുകൊണ്ട് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് വിധി വന്നിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖാകുമാരി കൊലക്കേസിലാണ് പ്രതിയായ ഭർത്താവിന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ കേസിൽ സിനിമാ പ്രവർത്തകൻ അറസ്റ്റിൽ. കൊല്ലം പള്ളിക്കൽ സ്വദേശി അനസൈനാണ് കന്റോൺമെന്റ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾ സർവകലാശാലയുടെ നിരവധി വ്യാജ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ പലർക്കായി വിതരണം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ പ്രതിയിൽ നിന്നും ഈ സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തു. വിശദാംശങ്ങളുമായി BB അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ, പ്രത്യേകിച്ച് ഈ കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഈ പള്ളിക്കൽ സ്വദേശി അനസൈൻ ഇങ്ങനെ നിർമ്മിക്കുന്നതായും വിതരണം ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്? ടോം, പത്തനാപുരം സ്വദേശി പ്രവീൺ എന്നയാൾ നോർക്കയിൽ, അതായത് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായി, ഗൾഫിൽ ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായി ഒരു സർട്ടിഫിക്കറ്റ് നോർക്കയിൽ നൽകുന്നു. BTech സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത്. ആ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ തന്നെ നോർക്ക അധികൃതർക്ക് സംശയം തോന്നി. സാധാരണ വിധത്തിൽ സംശയം തോന്നിയാൽ അതത് സർവകലാശാലകളെ ഏൽപ്പിച്ച് അതിന്റെ എത്രത്തോളം ജെന്യൂൻ ആണെന്ന് പരിശോധിക്കാൻ, അതിന്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ആണോ വ്യാജമാണെന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ നോർക്ക അധികൃതർ കേരള സർവകലാശാലയ്ക്ക് കൈമാറിയ സർട്ടിഫിക്കറ്റ് കേരള സർവകലാശാല പരിശോധിക്കുമ്പോൾ ഈ ഒരു വിദ്യാർത്ഥി, ഈ പ്രവീൺ എന്ന വിദ്യാർത്ഥി ഈ സർട്ടിഫിക്കറ്റ് വച്ചിരിക്കുന്ന കാലയളവിൽ അവിടെ പരീക്ഷ എഴുതി കേരള സർവകലാശാലയിൽ BTech പരീക്ഷ പാസ്സായിട്ടില്ല. പിന്നീട് ട്രാവൻകൂർ എന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ, പള്ളിക്കലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ സർവകലാശാല അധികൃതർ അന്വേഷിച്ചു. അപ്പോൾ ഈ വിദ്യാർത്ഥി അവിടെ പഠിച്ചിരുന്നു. അയാൾ അവകാശപ്പെട്ടത് അവിടെ നിന്ന് BTech ബിരുദം നേടിയെന്നാണ്. പക്ഷേ അയാൾ അവിടെ പഠിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. അത് മാത്രമാണ് വസ്തുത. അതിനപ്പുറത്തേക്ക് അയാൾ ആ BTech കോഴ്സ് പൂർത്തിയാക്കിയിരുന്നില്ല. അങ്ങനെ അയാളെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് എന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്. അയാൾ പറഞ്ഞത് 2,60,60,000 രൂപയ്ക്ക് താൻ അവിടെ കോളേജിൽ പോയത് ഈ
കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാത്രമാണ്, അവിടെ പഠിച്ചിരുന്നു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാത്രമാണ് കോളേജിലേക്ക് പോയത്. പക്ഷേ കോളേജിലെത്തി അപേക്ഷ കൊടുത്തതിന് ശേഷം തനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്. അവർ നിങ്ങളിങ്ങനെ കോളേജിൽ പോയവരെ അറിഞ്ഞിരുന്നു, നിങ്ങൾക്ക് യഥാർത്ഥമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുന്ന സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ് നൽകാം, ഈ തുക നൽകിയാൽ നൽകാമെന്ന് ഒരു വാഗ്ദാനം നൽകുകയും അയാൾ പിന്നീട് അവരിൽ നിന്ന് 2,60,000 രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുകയുമായിരുന്നുവെന്ന ഈ പ്രവീൺ എന്ന യുവാവ് പോലീസിനും സർവകലാശാലയ്ക്കുമൊക്കെ മൊഴി നൽകി. അങ്ങനെയാണ് കന്റോൺമെന്റ് പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങുന്നത്. കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് തന്നെ സർവകലാശാല അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ കന്റോൺമെന്റ് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിക്കുകയും ഈ പെൺകുട്ടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് സംഘം യഥാർത്ഥത്തിൽ പള്ളിക്കലെ വീട്ടിലേക്ക് പോകുന്നത്. അവർ പ്രസവം കഴിഞ്ഞ് ചികിത്സയിലാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അവരുടെ പ്രസവം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ചികിത്സയിലാണ്. അവരെ അവിടെ വെച്ച് വീട്ടിൽ വെച്ച് തന്നെ പോലീസ് ചോദ്യം ചെയ്തു. അവർ 2ാം പ്രതിയായി പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരാണ് പറയുന്നത് ഈ അനസ് ഫെയിൻ എന്നയാളാണ് തനിക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നൽകാനും ഈ പണം നൽകിയ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ അനസ് ഫെയിൻ എന്ന ഒരു പുതിയ പേരിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയായിരുന്നു. അനസ് ഫെയിനെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് പുന്നയ്ക്കാമുകളിൽ ഒരു അരുൺ, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസില് ഈ അനസൈനും ആ യുവതിയും മാത്രമാണോ പ്രതിപട്ടികയിലുള്ളത്? ഇത് സംഭവത്തിൽ ഈ തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ പോലീസ് ഈ 2 പേരെയാണ് പ്രതിയേറ്റിട്ടുള്ളത്. ഈ പോലീസ് ഈ അനസൈന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ നിരവധി സർട്ടിഫിക്കറ്റ്, അത് ബിരുദ സർട്ടിഫിക്കറ്റും ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റും ബിടെക്കിന്റെയും എംടെക്കിന്റെയും കേരള സർവകലാശാലയുടെ മറ്റു പല കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റുകൾ ഇയാളുടെ ഫോണിൽ ഉണ്ടായിരുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതായത് നിരവധി പേർക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശത്ത് നിരവധി ആളുകൾ ഇയാളിൽ നിന്ന് പണം നൽകി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാകാമെന്ന സംശയമാണ് പോലീസിനുള്ള. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഇതിന് പിന്നിൽ വലിയൊരു തട്ടിപ്പുണ്ട്. അതിൽ തട്ടിപ്പ് സംഘത്തിൽ അനസും യുവതിയും മാത്രമാണോ? യുവതി പറയുന്നത് എനിക്കൊന്നും അറിയില്ല. അനസ് പറഞ്ഞതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. ഏതായാലും അവരെ വൈകാതെ അറസ്റ്റ് ചെയ്യും. അവർക്ക് ചോദ്യം ചെയ്ത് ഹാജരാകാൻ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. ശാരീരിക സ്ഥിതി പരിഗണിച്ചാണ് അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. അവരെ വിശദമായി തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഈ അനസിനെയും ചോദ്യം ചെയ്യുമ്പോൾ സിനിമാ പ്രവർത്തകനാണ്. അയാളുടെ പ്രൊഫൈൽ തന്നെ പറയുന്നത് അയാൾ സംഗീത സംവിധായകനാണ്, പാട്ടുകൾ എഴുതുന്ന ആളാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ നിരവധി സിനിമാ മേഖലയെ ബന്ധപ്പെട്ട സംവിധായകനാണെന്നും പോലീസ് അയാൾ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സിനിമാ മേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഇയാൾ. സോഷ്യൽ മീഡിയയിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ്. ആ രീതിയിൽ നേരത്തെ ഒരാളുടെ, ഒരു യുവാവിന്റെ പരാതിയിലാണ് പോലീസ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. ഈ തട്ടിപ്പില് കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ? ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൂടുതൽ പേർക്ക് ഇവർ നൽകിയിട്ടുണ്ടോ? അതിലേക്ക് എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്? സ്വാഭാവികമായും അത്തരം സംശയം പോലീസിനുണ്ട്. കാരണം ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അത്തരത്തിൽ നിരവധി, ഇയാൾ ഇന്നലെ പോലീസിലെപ്പോഴും ഈ ഡബിംഗ് സ്റ്റുഡിയോയിലാണ് അവിടെ അയാളെ കസ്റ്റഡി എടുക്കുന്നത്. ആദ്യം ഇയാൾ ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് തെളിവുകൾ ഹാജരാക്കി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇയാൾ ഈ കാര്യങ്ങളിലൊക്കെ വസ്തുതകൾ തുറന്നു പറയുന്നത്. അങ്ങനെ അയാളുടെ ഫോണിൽ നിന്ന് നിരവധി സർട്ടിഫിക്കറ്റുകളുടെ രേഖകളൊക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രം എത്രത്തോളം വ്യാപ്തിയുള്ള തട്ടിപ്പാണ്, ഈ 1-2 ആളുകൾക്ക് മാത്രമാണോ, അല്ലെങ്കിൽ നിരവധി ആളുകളെ ഈ രീതിയിൽ പണം കൊടുത്ത് കേരള സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ തെളിയുക. ഏതായാലും സർവകലാശാല വളരെ ഗൗരവത്തോടെ കാണുന്നത്. കാരണം കേരള സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ പണം നൽകി പലരും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ ഇത്തരത്തിൽ കേസുകൾ പലപ്പോഴും വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില സർവകലാശാലകളുടെ സർട്ടിഫിക്കറ്റാണ് വ്യാജമായി അധികവും നിർമ്മിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ സർവകലാശാലയുടെ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ സർവകലാശാല കാണുന്നുണ്ട്. അതിന് പോലീസിന്റെ ഭാഗത്ത് ആ രീതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് സർവകലാശാല അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നത്. വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകുമെന്ന് പോലീസും അറിയിക്കുന്നു. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. വൈകാതെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ആ പെൺകുട്ടി യുവതിയിൽ നിന്നുള്ള വിവരങ്ങളും വളരെ നിർണായകമാണ്. അവരെയും വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ കേസിലാണ് സിനിമാ പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാൻ കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് CCTVയിൽ വ്യക്തമാണ്. പ്രതിയുടെ പെരുമാറ്റത്തിൽ തനിക്കൊരു സംശയവും തോന്നിയില്ല എന്ന് അമിതിനെ തിരുവാതുക്കലിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞു.
തിരുവാതിക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതും ഈ CCTVയിൽ വ്യക്തമാണ്. പ്രതിയുടെ ഓട്ടോറിക്ഷയിലാണ് എത്തിയത്. പ്രതിയുടെ പെരുമാറ്റത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഒരിക്കലും തോന്നിയില്ല എന്നാണ് ഈ അമിത് ഒറാങ്ങിനെ തിരുവാതിക്കലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. തിരുവാതിക്കൽ കൂട്ടക്കൊല സംഭവത്തിൽ ഈ നാടാകെ ഞെട്ടിയതാണ്. രണ്ടുപേരെ അസം സ്വദേശി കൊല ചെയ്തത് വലിയ ഞെട്ടലോടെയാണ് കണ്ടത്. കേരളമാകെ കേട്ടത് അങ്ങനെയാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് അതേ ഞെട്ടലിൽ, അതിനപ്പുറത്തെ ഞെട്ടലിൽ ഉള്ള ഒരാളാണ് ജയേഷാണ് അന്ന് രാത്രി കൃത്യം നടന്ന അന്ന് രാത്രി ജയേഷിന്റെ ഓട്ടോ വിളിച്ചാണ് ഈ അമിത് ഒറാങ് തിരുവാതിക്കലേക്ക് പോയത്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് ജയേഷിനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? രാത്രിയിലൊരു 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവർ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATMന്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ വന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകാനുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? അവിടുന്ന് പൈസയൊക്കെ ചോദിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറിപ്പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കണ്ട നേരം ഒരു കുഴപ്പമൊന്നും തോന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ അതൊക്കെ കിട്ടുക. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ചേട്ടാ? അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്. റെയിൽവേയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്നത്. പിന്നെ അവിടെ നൈറ്റ് ഓട്ടം കിടക്കുന്നു. അവിടെ ഓടാൻ കിടക്കുന്നതാണ്. പിന്നെന്താ, പിന്നെ ഈ ഇവൻ ഇറങ്ങി പോയി കഴിഞ്ഞു ചേട്ടാ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഒരു ഓട്ടം പോലെ. ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമര റോട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇവൻ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ്. പെട്ടെന്നൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്. ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കേസിലെ ഒരു നിർണായക സാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കണ്ടത്. അതായത് തിരുവാതിക്കലിൽ ഈ അമിത് ഒറാങ്ങിനെ എത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ വാക്കുകളിൽ തന്നെ ഈ കേസിനെ കുറിച്ചുള്ള, ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? കാരണം CCTV ദൃശ്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നുണ്ടല്ലോ. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തെളിവാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ടോമ്, തീർച്ചയായും ഇത് ആദ്യം പലപ്പോഴും പോലീസിൽ നിന്നും അല്ലെങ്കിൽ പ്രതിയുടെ മൊഴിയായൊക്കെ കേട്ടിരുന്ന കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രതി ഈ ലോഡ്ജിൽ നിന്ന് താമസിക്കുന്നു, 3 ദിവസം താമസിച്ചിരുന്നു. ഈ കൃത്യം നടന്ന അന്ന് രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരുന്ന ശേഷം അവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കുറച്ചു നേരം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് CCTVയിൽ വ്യക്തമാണ്. പിന്നീടാണ് പ്രതി ഏതാണ്ട് രാത്രി തിരുവാതിക്കലിലേക്ക് പോകുന്നത്. 12:10 അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഏതാണ്ട് അരമണിക്കൂർ അവിടെ കാത്തിരുന്ന ശേഷമാണ് പ്രതി കൃത്യം നിർവഹിക്കാൻ സാഹചര്യം ഒരുങ്ങി എന്ന് കണ്ടതോടെയാണ് ഈ വീടിനുള്ളിലേക്ക് ആ ഭാഗത്തേക്ക് എത്തുന്നത്. അതിനുശേഷം 3:42 DVRുമായി പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് പോലീസ്
തുടക്കം മുതൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ അത് അടിമുടി ശരിവെക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. പ്രതിയുടെ മൊഴിയും സമാനമാണ്. പ്രതി കാര്യമായൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല, പോലീസിനോട് പരിപൂർണമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദൊക്കെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് താൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടതോടെ തനിക്കെതിരെ തെളിവുകളുണ്ട് എന്ന് ബോധ്യമായതോടെ പിന്നീട് പോലീസിനോട് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ അമിത് ഒറാങ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളും. എന്തായാലും ഈ ജയേഷ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ്. ഒരുപക്ഷെ കൃത്യം നടന്നപ്പോൾ അതിന് ദൃക്സാക്ഷികളില്ല എന്നതാണ് ഇതുവരെയുള്ള വിവരം. ഈ ഡോക്ടർ മീരയും അതേപോലെ ഈ വിജയകുമാർ ആ വീടിനുള്ളിൽ കൊല്ലപ്പെട്ടു. മറ്റാരും ഇതുവരെ അത് കണ്ടതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല. അത് നിൽക്കുമ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി തന്നെയാണ് ഈ ഓട്ടോ ഡ്രൈവർ ജയേഷ്. അദ്ദേഹം രാത്രി ഓട്ടം ഓടുന്ന ആളാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് അദ്ദേഹം ഓടുന്നത്. അപ്പോഴാണ് രാത്രി ഇയാൾ എത്തി കാര്യമായി സാധാരണ ഇത്തരം അതിഥി തൊഴിലാളികളൊക്കെ എത്തി ഒന്ന് വില പേശുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളോട് എത്ര രൂപയാണ് ചോദിച്ചപ്പോൾ 150 രൂപയാണെന്ന് പറയുന്നു. അങ്ങനെ ആ 150 ശരി ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു. ഒരാളാണെങ്കിലും 150 രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കുമരകം റോഡ് ഈ തിരുവാതക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇയാൾ കുമരകം റോഡിലേക്ക് നടക്കുന്നു. അതായത് കുമരകം റോഡിലല്ല ഈ വീടിരിക്കുന്നത്. പക്ഷെ കുമരകം റോഡിലൂടെ ഒരല്പം സഞ്ചരിച്ചാൽ കറങ്ങി ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് എത്താൻ കഴിയും. അതാണ് പ്രതി ഒരുപക്ഷെ ഈ ഓട്ടോ ഡ്രൈവറെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു പ്രാഥമിക ശ്രമമായിരിക്കാം അത് നടത്തിയിട്ടുള്ളത്. കാരണം ചില ശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഈ DVR കളഞ്ഞു കഴിഞ്ഞാൽ CCTV ഇല്ലെങ്കിൽ താൻ രക്ഷപ്പെടും എന്നൊരു ചിന്ത പ്രതിയെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാണ് DVRുമായി പോയി അത് കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കാം നേരെ വീടിന്റെ മുന്നിലേക്ക് പോകാതെ ഇപ്പുറത്തുകൂടി കുമരകം റോഡിലേക്ക് നടന്ന വീടിന്റെ പിൻഭാഗത്തുകൂടി വരുന്നത്. എന്തായാലും ഇതെല്ലാം ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ വീടിനുള്ളിലെ ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. ഈ പ്രതിയുടെ മൊഴികളിൽ പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഇയാൾ പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട വീട്ടുടമ കൃത്യമായ ശമ്പളം നൽകിയില്ല, അതേ തുടർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു, പിന്നീട് ജയിലിലായി, തൻ്റെ ഭാര്യയുടെ ഗർഭമലസി, ഭാര്യ പിണങ്ങിപ്പോകുന്നു, സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ്. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ വീട്ടുടമയാണ്, അതിൻ്റെ വിരോധത്തിൽ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയതാണെന്ന്. പക്ഷേ ചില സംശയങ്ങളൊക്കെ ഇനി ഉയർന്നു കേൾക്കുന്നു. എന്തിനാണ് ഈ DVRനൊപ്പം മറ്റ് 2 ഫോണുകൾ ഇയാൾ ഉപേക്ഷിച്ചു? അതിലൊക്കെ ചില ദുരൂഹത, ചില സംശയമൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെ പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുകയാണോ അന്വേഷണ സംഘം? തീർച്ചയായും ഇയാൾ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടക്കം വ്യക്തമാകുന്നത്. അതിന് കാരണം ഇയാൾ പറഞ്ഞ മൊഴിയിൽ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിവിധ പരിശോധനകളിൽ, ശാസ്ത്രീയ പരിശോധനകളിൽ അവർക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. കേവലം പ്രതി പറഞ്ഞു അതുകൊണ്ട് അങ്ങ് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. DVR എവിടെ കളഞ്ഞു എന്നത് സംബന്ധിച്ച് പ്രതി നൽകുന്ന മൊഴി പ്രകാരം അവിടെ അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നോക്കുമ്പോൾ സാധാരണഗതിയിൽ കൃത്രിമമായ തെളിവ് സൃഷ്ടിക്കുന്നു എന്നൊക്കെ പോലീസിനെതിരെ ആരോപണമുണ്ട്. അപ്പോഴാണ് DVRുമായി ഇയാൾ നടന്നു പോകുന്ന ഈ പ്രതി തന്നെ പുലർച്ചെ 3:42 കൃത്യം നിർവഹിച്ച ശേഷം നടന്നു പോകുന്ന CCTV ദൃശ്യം തന്നെയുണ്ട്. അത് ആ സമീപത്തെ വീടുകളിൽ നിന്ന് പോലീസ് ശേഖരിച്ചതാണ്. റെയിൽവേ സ്റ്റേഷനിൽ അയാൾ കാത്തിരുന്നു എന്നുള്ളതിന് CCTV ദൃശ്യമുണ്ട്. അങ്ങനെ ഇയാളുടെ സഞ്ചാരപാതയ്ക്ക് ഏതാണ്ട് എല്ലായിടത്തും CCTV ദൃശ്യങ്ങൾ അടക്കം തെളിവുകളുണ്ട്. മാത്രവുമല്ല ഇയാളാണിത് ചെയ്തത് എന്നതിൽ പോലീസിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതിന് പലതരത്തിലുള്ള തെളിവുകൾ, ഈ വീടിനുള്ളിലെ ഫിംഗർ പ്രിന്റുകൾ പ്രധാനമാണ്. ആദ്യം ഈ പ്രതി ഈ വിളക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു, വിളക്കെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നത് പോലീസ് കണ്ടെത്തുന്നത് ഈ വീടിൽ തട്ടുതട്ടുകളായി വിളക്കുകൾ ഇരിപ്പുണ്ട്. അതിൽ നടുവിലുള്ള ഒരു വിളക്കാണ് എടുക്കുന്നത്. ആ വിളക്കെടുത്ത ശേഷം അയാൾ തിരിച്ചവിടെ വെക്കുന്നു. പക്ഷെ ആ വിളക്ക് മാത്രം, ആ ഒരേ ഒരു വിളക്ക് മാത്രം സ്ഥാനം തെറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ അതും ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നതാണ് ഈ ഒരു
പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആ വീട്ടിൽ കണ്ടതോടുകൂടിയാണ് പോലീസ് ആദ്യം വളരെ വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി CCTV പരിശോധിക്കുന്നത്. അതോടുകൂടിയാണ് പ്രാഥമികമായി ഇയാൾ തന്നെയാണ് പ്രതി എന്ന ഉറപ്പിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് ഫിംഗർ പ്രിന്റ് കൂടി വൈകുന്നേരത്തോടെ ഇതുമായി മാച്ച് ആയതോടുകൂടിയാണ് പ്രതിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ തെളിവും പോലീസിന് ലഭിക്കുന്നത്. പിന്നെ പോലീസിനെ പ്രതിയെ കണ്ടെത്തുക എന്ന ദൗത്യം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വിജയകുമാറിന്റെ പെരുമാറ്റം പലതരത്തിൽ അമിത്തിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. തന്റെ ഭാര്യയോട് മോശമായി അയാൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ജോലി നിർത്തി ഭാര്യ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഏതാണ്ട് 20 ദിവസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അമിത് ഒറാങ്ങിന്. പക്ഷെ അത് കൊടുത്തില്ല. വീണ്ടും തിരിച്ച് നാട്ടിൽ പോയ ശേഷം തിരിച്ചു വന്ന് വീണ്ടും 10-15 ദിവസം കൂടെ ജോലി ചെയ്ത ശേഷം 1 മാസം ശമ്പളം ചോദിച്ചു, അതും കിട്ടിയില്ല. ഇതോടുകൂടിയാണ് മോഷണത്തിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം ശരിവെക്കുന്നതാണ്. കാരണം ഈ പോലീസ് കേസ് അന്നുണ്ട്. ഇയാൾക്ക് തിരിച്ച് പണം നൽകാനുള്ള ശ്രമം നടത്തുന്നതിന് ഇയാൾ നടത്തിയ ശ്രമം, പക്ഷേ ബാങ്ക് അത് അക്കൗണ്ട് ഫ്രീസായി പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പ്രതി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഇപ്പുറത്തും വസ്തുതാപരമായ പോലീസ് അന്വേഷണത്തിലിരുന്ന മറ്റൊരു കേസ് കൂടി പോലീസിന്റെ മുന്നിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രതിയെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ സംശയമൊന്നുമില്ല, അത് അമിത് ഒറാങ് ചെയ്തത് തന്നെയാണ് എന്നവർ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കുറ്റപത്രമായിരിക്കും തയ്യാറാക്കുക എന്നതാണ് ഇതുവരെയുള്ള വ്യക്തമാണ്. കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ള ചില CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതോടൊപ്പം ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും ഈ കേസിലേറെ നിർണായകമാണ്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. 6 വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, 15 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ ഈ സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇവരുടെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്? ജാമ്യം എപ്പോഴും അവകാശമല്ല എന്നും അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഹൈക്കോടതിക്ക് ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കുന്ന നിലപാടെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടികൾ ചെയ്തത് അത്ര ചെറിയ കുറ്റമല്ല, ചെറിയ കാര്യമല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ 25-ാം തീയതി സർക്കാരിന്റെ കൂടി റിപ്പോർട്ടിന് വേണ്ടിയായിരുന്നു ഹൈക്കോടതി കാത്തിരുന്നത്. അതിനുശേഷം വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. കുട്ടികൾക്കെതിരെ, കുട്ടികളുടെ ജീവന് ഭീഷണിയുണ്ട്, കുട്ടികൾക്ക് ഇതിനകം തന്നെ ഭീഷണി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് വരെ ഹൈക്കോടതി അവധിക്കാല സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുട്ടികളുടെ ജാമ്യം നിഷേധിച്ചത്. ഈ 6 പേരും ഇപ്പോൾ കോഴിക്കോട് വെള്ളിമാടുകുന്നിലുള്ള ജുവനൈൽ ഹോമിലാണ് ഉള്ളത്, ഒബ്സർവേഷൻ ഹോമിലാണ് ഉള്ളത്. ഇത് തുടരട്ടെ എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഇത്തരം ഇടപെടലുകളിൽ കുഞ്ഞുങ്ങൾ ചെന്ന് പെടുന്നത്, ഇത്തരം ഒരു കാര്യങ്ങൾ, അതായത് കൊലപാതകം നടത്തുകയും അത് ആസൂത്രിതമായി കൊലപാതകം നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതും അതിൽ കുറ്റബോധമില്ലാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു കേരളത്തെ ഷഹബാസ് കൊലപാതകം കൊണ്ട് ഏറ്റവും അധികം ഞെട്ടിച്ച വസ്തുത അതായിരുന്നു. അത് പുറത്തു വന്നപ്പോൾ തന്നെ കോടതി അത്തരം കാര്യങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മാതാപിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നതിൽ പങ്കില്ല എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഹർജിക്കാർ അതേസമയം ഈ കുട്ടികൾ ജില്ലയിൽ പ്രവേശിക്കാതെ നോക്കിക്കോളാമെന്ന് എറണാകുളം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആദ്യം ബോധ്യപ്പെടുത്തിയെങ്കിൽ പോലും ആ സമയത്ത് ഇത് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി എത്തിയത്. ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഇങ്ങനെ ഉണ്ടായതാണ്. ഇങ്ങനെ ഹർജിക്കാർ, അതായത് ജില്ലയിൽ കടക്കാതെ നോക്കാമെന്ന ഉറപ്പ് ഹർജിക്കാർ നൽകിയിരുന്ന സമയത്താണ്, അത് വ്യക്തമാക്കിയ സമയത്താണ് കോടതി ഇത്തരത്തിൽ ചോദിച്ചത്. മാതാപിതാക്കൾക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തതിൽ ഒരു ഉത്തരവാദിത്വമില്ലേ, ഒരു റോളുമില്ലേ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷഹബാസിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിട്ടുള്ള 6 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ജാമ്യം നൽകണ്ട എന്ന് തന്നെയാണ് കോടതിയുടെ തീരുമാനം. പക്ഷേ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ
ജാമ്യം സാധാരണഗതിയിൽ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള നീക്കത്തിൽ തന്നെയാണ്. അതായത് മെയ് മാസം 29 മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് സാധാരണ ജാമ്യത്തിലേക്ക് തന്നെ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും. അതിനു മുൻപായി കുറ്റപത്രം സമർപ്പിക്കുന്ന നെട്ടോട്ടത്തിലാണ് പോലീസ്. നിരവധി ഡിജിറ്റൽ തെളിവുകൾ ഇനിയും ശേഖരിക്കാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നിരുന്നാൽ പോലും CCTV ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഷഹബാസിനെ ആക്രമിച്ച ശേഷം പ്രതികൾ സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശം പലരും ഓർക്കുന്നുണ്ടാകും. അതായത് തങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണ്, പ്രായത്തിൻ്റെ ആനുകൂല്യം, ഈ മരണം നടന്നാൽ പോലും പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും, 10ാം ക്ലാസ് പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നായിരുന്നു പ്രതികൾ പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായ മുന്നറിയിപ്പാണ്. പ്രായത്തിൻ്റെ പരിഗണന ഉണ്ടാകില്ല, ജാമ്യം എല്ലാവർക്കും ഒരു അവകാശമല്ല. ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ, അതായത് പ്രായപൂർത്തിയാകാത്തവർ അല്ല പ്രതികൾ, പക്ഷേ എങ്കിൽ പോലും ഇവർ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന് നിരീക്ഷിച്ചാണ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. താമരശ്ശേരി ഷഹബാസ് മോഡൽ അക്രമം മലപ്പുറം അരീക്കോടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സംസ്ഥാന തലത്തിൽ മെഡൽ വാങ്ങിയ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. അരീക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് സഹപാഠിയും മറ്റു വിദ്യാർത്ഥികളും ചേർന്നാണ്. മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ മുബീനെയാണ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. പരിക്കേറ്റ മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇതെന്നായിരുന്നു സംഭവം? ഈ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, താമരശ്ശേരി ഷഹബാസ് മോഡൽ അക്രമം എന്ന് തന്നെ നമുക്ക് ഇതിനെയും പറയാൻ കഴിയും. കഴിഞ്ഞ ഡിസംബറിൽ മുബീനും ചില വിദ്യാർത്ഥികളുമായി തർക്കമുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരം തീർത്തത് കഴിഞ്ഞ ദിവസമാണ്. ഈ മുബീൻ ഒരു സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് സ്കൂളിനടുത്ത് വെച്ച് 6ഓളം വിദ്യാർത്ഥികൾ, മുബീന് പരിചയമുള്ളവരാണ്, അവരെ മുബീനെ ആക്രമിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മുഖത്തും കണ്ണിനുമൊക്കെ തലയ്ക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട് മുബീന്റെ. ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അരീക്കോട് പോലീസിലായിരുന്നു പരാതി കൊടുത്തിരുന്നത്. നേരത്തെ പോലീസ് പരാതി കൊടുത്തിട്ടും മൊഴിയെടുക്കാനൊക്കെ കാലതാമസം വരുത്തിയെന്ന ആക്ഷേപം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടെ പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി പ്രതികൾക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണമെന്ന് തീരുമാനിക്കുക. ഇത് വൈരാഗ്യം വെച്ച് കുട്ടികൾ പരസ്പരം ആക്രമിക്കുന്ന മറ്റൊരു സംഭവമായിട്ട് തന്നെ വേണം കാണുവാൻ. നേരത്തെ നമ്മൾ താമരശ്ശേരി ഷഹബാസിന്റെ സംഭവത്തിൽ ഉണ്ടായതുപോലെ തന്നെ മുൻപുണ്ടായ ഒരു സംഭവത്തിന്റെ പ്രതികാരം അതിനുവേണ്ടി കാത്തിരുന്ന് സമയം കണ്ടെത്തി ഇത്തരത്തിലൊരു അക്രമം ചെയ്തു എന്ന് തന്നെ വേണം കരുതുവാൻ. അതിനുശേഷം ഈ മുബീനെ ആക്രമിച്ചതിന്റെ ശേഷം ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനെ അടിച്ചു, നല്ലോണം തല്ലി, കണ്ണടിച്ചു പൊട്ടിച്ചു എന്നൊക്കെയാണ് ഈ വോയിസിൽ പറയുന്നത്. അത്തരത്തിൽ കുട്ടികൾ ഈ പരസ്പരമുള്ള ചെറിയ തർക്കങ്ങൾ പോലും വലിയ അക്രമങ്ങളിലേക്ക് വഴിമാറുന്ന മറ്റ് സംഭവങ്ങളുടെ തുടർച്ചയായിട്ട് വേണം നമുക്ക് അരീക്കോട് നടന്ന ഈ ഒരു അക്രമത്തെയും കാണുവാൻ. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം അരീക്കോടാണ് താമരശ്ശേരി ഷഹബാസ് മോഡൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി, 10ാം ക്ലാസ് വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.